ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പ് എന്ന സീരിയലിലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ. അങ്ങനെ നമ്മുടെ ബബിത നമ്മുടെ അലീനെ കൊടുത്ത് ജ്യൂസെല്ലാം തട്ടിക്കളഞ്ഞ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ വന്ന് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇനി ജോലിയൊക്കെ ചെയ്യുമ്പോൾ അലീനയോട് നീ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ മനുശങ്കർ ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അലീനയുടെ കൊടുത്ത് അങ്ങനെ അലീന നല്ല അടിപൊളിയായിട്ട് പാചകമൊക്കെ ചെയ്ത് എല്ലാവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുവാണ്. അങ്ങനെ നമ്മുടെ രാജീവനും ശിവശങ്കരനും ബാലേന്ദ്രനും കൃഷ്ണനും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് രോഹിത്തിനെയും ബബിത എല്ലാം കൂടി വിളിക്കുവാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. അങ്ങനെ അതിനുശേഷം കൃഷ്ണയും അലീനയും മനുഷ്യങ്കരും കൂടി ഒരു കാര്യം പറയുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പം രോഹിത്തും ബബിതയൊക്കെ വന്നതിന് ശേഷം? ഒരു മാറ്റവും ഇല്ല മനുവേട്ടാ, അവർക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്, ബബിതയ്ക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് പറയും. ഇനിയും അവരുമായിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ, ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ഇതിനൊരു പരിഹാരം ഞാൻ നോക്കിയിട്ട് ഒന്നേ ഉള്ളൂ എന്ന് നമ്മുടെ മനു പറയുന്നുണ്ട്. എന്താ മനുവേട്ടാന്ന് അലീന ചോദിക്കാൻ പറയും. നീ വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അവരറിയണമെന്ന് പറയും. അമ്മയുടെ അടുത്ത് പറയാനോ ഞാൻ മകളാണെന്നുള്ളത്? അത് സന്തോഷമുള്ള കാര്യമാണ് മനുവേട്ട. പക്ഷേ അത് അമ്മ അതിലറിഞ്ഞതിന് ശേഷം ഉള്ള അമ്മയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ എന്നെ തിരിച്ചറിയണമെന്നും മോളെ നിന്ന് വിളിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അറിഞ്ഞതിന് ശേഷം അമ്മ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ട് മനുവേട്ടാന്ന് നമ്മുടെ അലീന പറയുക. പക്ഷേ അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ അലീന, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും നിന്നോടുള്ള ദേഷ്യ മനോഭാവം മാറത്തില്ല. അപ്പം മനുവും നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് ശരിയാണ്, ബബിതയൊക്കെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഒരു കെയർ കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ബബിയേച്ചി എപ്പോൾ നോക്കിയാലും ഫോണില്ല, എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അതേ ശരിയാണ്, ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ വൈജയന്തിയുടെ മോളാന്നുള്ള സത്യം തിരിച്ചറിയണം എന്ന് തന്നെ നമ്മുടെ മനു അലീനയോട് പറയുന്നുണ്ട്. അലീന പറയും, എന്തായാലും എനിക്ക് അച്ഛനോട് ചോദിക്കണം മനുവേട്ട, അച്ഛനോട് ചോദിക്കാതെ അച്ഛന് അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. എന്തായാലും നീ വിഷമിക്കേണ്ട, ഞാൻ അങ്കിളിനോട് സംസാരിക്കാം, അങ്കിളിൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ അറിയാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ മനു നമ്മുടെ ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ്. അങ്കിളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മനു? അത് ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല അങ്കിളെ. ബബിതയ്ക്കും രോഹിത്തിനും ഒന്നും അലീനയോടുള്ള ഒരു ദേഷ്യം മാറിയിട്ടില്ല. അതിന് ഒരേ ഒരു പരിഹാരം, വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം വൈജയന്തി അറിയണമെന്ന് പറയും. അപ്പോൾ പറയും, അലീനയ്ക്ക് ആഗ്രഹമുണ്ട് അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം എന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പം ബാലേന്ദ്രൻ പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു, അലീന അവരോട് ആഗ്രഹിക്കുന്നുണ്ട് വൈജ അലീനെ മനസ്സിലാക്കണമെന്നും മോളേന്ന് വിളിക്കണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല മനു, അതവൾ അറിയും. അവൾ എന്തെങ്കിലും മരണക്കിടക്കി കിടക്കുന്ന സമയത്ത് മാത്രമേ അവളെ വിവരം അറിയത്തുള്ളൂ എന്ന് പറയും. അങ്കിളിൻ്റെ മനസ്സിൽ ഇത്രയും മനോഭാവം ഉണ്ടോ എന്ന് ചോദിക്കും. പ്രതികാരമോ? ഇതൊന്നും അല്ല മനു പ്രതികാരമോ എന്ന് പറയുന്നത്. അവളൊരു സാധാരണ സ്ത്രീയെപ്പോലെ എന്നോട് പെരുമാറിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു. മനുവിനറിയാവോ, ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുക അവൾ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വക്കീൽ നോട്ടീസ് വരെ അയക്കാൻ വേണ്ടി അവൾ തയ്യാറെടുത്തിരിക്കുമോ. അവൾ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലോട്ടുള്ള വരുന്നില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പിന്നെ എങ്ങോട്ട് പോകും? കൊല്ലപ്പള്ളിക്ക് പോകും. കൊല്ലപ്പള്ളിക്ക് പോയാൽ ആൻറ്റി അവളെ നോക്കൂ. കമലയിടത്തി ഒരിക്കലും അവളെ നോക്കത്തില്ലെന്ന് അവൾക്ക് സ്വയം അറിയാം. അവൾ വേറെ ഫ്ലാറ്റ് എടുത്ത് മാറുമെന്നായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ബബിതയും രോഹിത്തും കൂടി അവളുടെ കൂടെ പോകുമായിരിക്കും. അതെനിക്കറിയാം, പോട്ടെ, 10 ദിവസം അവളുടെ കൂടെ നിൽക്കത്തുള്ളൂ. അവളുടെ കൂടെ 10 ദിവസം നിന്ന് കഴിയുമ്പോൾ അവർക്ക് മതിയാവും, അവർ തിരിച്ചു വന്നോളും. അതിലെനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ എൻ്റെ കൃഷ്ണമോൾ എന്നെ വിട്ട് പോകത്തില്ലെന്ന് നല്ല ബോധ്യം എനിക്കുണ്ടെന്ന് പറയും. അറിയാം അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനു, സാധാരണ ഒരു മനുഷ്യനെ കണക്കുള്ള എല്ലാ വേദനയും സങ്കടമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലേറ്റ മുറിവ് എനിക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ലെന്ന് പറയും. പിന്നെ നമ്മുടെ മനുവിനൊന്നും ബാലേന്ദ്രനോട് പറയാൻ തോന്നിയില്ല. കാരണം പുള്ളിയുടെ മനസ്സിൽ അത്രയും സങ്കടവും നീരസമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മനു ശരി അങ്കിളെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പക്ഷെ ഒരിക്കലും അലീന മകളാന്നുള്ള കാര്യം ബാലേന്ദ്രൻ അലീനയോട് ഇപ്പോഴെങ്കിലും പറയത്തില്ല. അതിനുശേഷം നമ്മുടെ ശിവശങ്കരനും രാജീവ് ശങ്കറും കൂടി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വൈജയെ കാണാൻ വരുന്ന സമയത്ത് ഒരു ബില്ലെടുത്ത് കൊടുക്കും. 8 ലക്ഷം രൂപയുടെ ഒരു ബില്ലിൻ്റെ കോപ്പി എടുത്ത് നമ്മുടെ വൈജയുടെ കയ്യിലോട്ട് കൊടുക്കും. ഇതെന്താ എൻ്റെ കയ്യിൽ തന്നത്? ഇത് ബാലേന്ദ്രനാണ് ഇത്രയും ദിവസം ഈ ഹോസ്പിറ്റലിൽ ബില്ല് മൊത്തം പേ ചെയ്തത്, അതവന് തിരിച്ചു കൊടുക്കണമെന്ന് പറയും. തിരിച്ചു കൊടുക്കാനോ? അതെ, നീ ഇവിടുന്ന് തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് കൊടുക്കണ്ട. അയാളുടെ ഭാര്യയായി നീ കടപ്പാട്ടോട്ട് പോവുകയാണെങ്കിൽ ഈ ബില്ല് അയാൾ വേണ്ടെന്ന് നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബില്ല് നീ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് പറയും. ചോദിക്കും, അതെന്താ അങ്ങനെ? നീ ഒന്നിലും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ രേഖ. നീ തിരിച്ച് കടപ്പാട്ടോട്ട് തന്നെ പോകണം വൈജയ്. നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നെ നോക്കാൻ അലീനയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല. നിങ്ങളെയൊക്കെ ബാലേന്ദ്രൻ ഓരോന്ന്
തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക. അവളുള്ള വീട്ടിലോട്ട് ഞാൻ പോകത്തില്ല. അപ്പോൾ രാജീവ് പറയും, വൈജയ് നീ അലീനെ തെറ്റിദ്ധരിച്ചിരിക്കും. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അലീന നല്ല കുട്ടിയാണ്, അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, നിന്നെ അവൾ നല്ലോണം നോക്കും. അതുകൊണ്ട് നീ തിരിച്ച് കടപ്പാട്ടോടെ തന്നെ പോകണം, അല്ലെങ്കിൽ ഈ ബില്ല് അയാൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി, ഇപ്പം ഞാൻ മാത്രം ഒറ്റയായി എന്നുള്ളൊരു ദേഷ്യഭാവത്തിൽ നമ്മുടെ വൈജയ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ ഈ കഥ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ഇന്നത്തെ കഥ കേൾക്കണം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ കഥയുമായി നാളെ കാണാം. ഓക്കേ, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.